ഇത് നമ്മുടെ തെർമൽ ലാബിലെ ഏറ്റവും ഈസി എക്സ്പെരിമെൻ്റാണ്. എക്സ്പെരിമെൻ്റ് പേരെന്തൊക്കെയാണ്? ക്ലീവ്ലാൻഡ് ഫ്ലാഷ് ആൻഡ് ഫയർ ഓപ്പൺ കപ്പ് അപ്പാരറ്റസ്, പിൻസ്കി മാർട്ടിൻ ഫ്ലാഷ് ആൻഡ് ഫയർ ക്ലോസ്ഡ് കപ്പ് അപ്പാരറ്റസ്. അപ്പോൾ നമുക്ക് രണ്ടും ഇവിടെയുണ്ട്. ഇതാണ് ക്ലോസ്ഡ് കപ്പ്, ഇത് ഓപ്പൺ കപ്പ്. ഇനി നമ്മൾ അപ്പാരറ്റസ് എഴുതുമ്പോൾ അതിൻ്റെ കൂടുതൽ എന്തൊക്കെ എഴുതണം? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ക്ലീവ്ലാൻഡ് ഫ്ലാഷ് ആൻഡ് ഫയർ ഓപ്പൺ കപ്പ് എന്ന് എഴുതുക. രണ്ടാമത്തെ അപ്പാരറ്റസ് നമുക്ക് വേണ്ടത് എന്താണ്? തെർമോമീറ്റർ. തെർമോമീറ്റർ എന്തിനാണ്? ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ തെർമോമീറ്റർ. എങ്ങനെ ഓണാക്കണം? ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഡി കാണുന്ന ഓൺ സ്വിച്ച് ഓണാക്കുക. ഇത് ബാറ്ററി തിരിച്ചിട്ടിരിക്കുന്നുള്ള വർക്കാകത്തെ ഓണാക്കുക. ആവശ്യം കഴിയുമ്പോൾ ഓഫാക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും ഒരു അപ്പാരറ്റസിൻ്റെ കേസിൽ വരുന്നതാണ്, തെർമോമീറ്ററാണ്. അത് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഇതുപോലെ വെച്ചാൽ മതി. ഈ ഒരു ഗ്യാപ്പിനകത്തോട്ട് കയറ്റി വെക്കുക. നമ്മുടെ ഫ്യൂവൽ സാമ്പിൾ ഏതാണ്? നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവൽ സാമ്പിളിൻ്റെ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എക്സാമിന് ഇതുപോലെ കാണും. ഡീസലാണ് സാമ്പിൾ. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെഴുകുതിരിയും വേണം, തീപ്പെട്ടിയും വേണം. ശേഷം കുറച്ച് ഡീസൽ സാമ്പിൾ എൻ്റെ ഇവിടെ ഒരു അകത്തൊരു ലൈനുണ്ട്. എൻ്റെ ഈ ലൈൻ വരെ നിറച്ചൊഴിക്കുക. ശേഷം ഇവിടെ ഹീറ്റർ ഓണാക്കുക. ഇവിടെ കണക്ട് ചെയ്ത് ഹീറ്റർ ഓണാക്കുക. പിന്നെ സമയം വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഫ്യൂവൽ പതുക്കെ ചൂടാകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ തെർമോമീറ്ററിൽ നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ഡിസൈഡ് ടെമ്പറേച്ചർ ഒരു 35 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ച് ചെറിയ തീപ്പെട്ടിക്കോളെടുത്ത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുക. മുട്ടിക്കരുത്, അതിലേക്ക് മുട്ടിക്കരുത്. ജസ്റ്റ് ഒന്ന് കൊണ്ടുവരിക. ഇത് തമ്മിൽ ഇത്ര ഒരു ഗ്യാപ്പ് വേണം. ഫയറും നമ്മുടെ ഫ്യൂവലിൻ്റെ ഇത് ഫസ്റ്റ് ലെയർ നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് വേണം. അപ്പം ഓരോ 2 ഡിഗ്രി സെൽഷ്യസ് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 35, അടുത്ത 37 ഫ്ലാഷ് ഉണ്ടോ? ഇല്ല. 39 ഫ്ലാഷ് ഉണ്ടോ? ഇല്ല. 40 ഫ്ലാഷ് ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയി, കുഴപ്പമില്ല. 42 ഫ്ലാഷ് ഉണ്ടോ? ഇല്ല. 44 ഫ്ലാഷ് ഉണ്ടോ? ഇല്ല. അങ്ങനെ എപ്പോഴാണോ ഫ്ലാഷ് എന്ന് പറയുമ്പോൾ ഒരു സൗണ്ടിൽ ഒരു ചെറിയ ലെയർ പോലൊന്നും ഉണ്ടാവും. അതാണ് ഫ്ലാഷ്. ചെയ്തവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി കാണും. പിന്നെ ഫയർ പോയിൻ്റ് ഏതാണ്? ഈ ലെയറിന് തീ ഇങ്ങനെ കത്തി പടർന്ന് നിൽക്കും. കണ്ടിന്യൂസ് ആയിട്ട് കമ്പഷൻ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഫയർ പോയിൻ്റ്. ആ ഫയർ ഉണ്ടാകുന്ന സമയത്ത് ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. ഫ്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. എന്നിട്ട് എഴുതുമ്പോൾ എങ്ങനെ ടാബ്ലർ കോളത്തിൽ ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചറും റൈറ്റ് സൈഡിൽ നോ ഫ്ലാഷ്. ഫ്ലാഷ് വന്നു കഴിയുമ്പോൾ ഫ്ലാഷ്. ഫയർ കണ്ടിന്യൂസ് കമ്പഷൻ ഫയർ ആകുമ്പോൾ ഫയർ എന്ന് എഴുതി വെക്കുക.